മിശിഹായിൽ പ്രിയപ്പെട്ടവരെ, നമ്മൾ ഇന്ന് ഇസ്ഹാക്കിൻ്റെ മകനായ യാക്കോബിനെ കുറിച്ചുള്ള പഠനം തുടർന്നുകൊണ്ട് അദ്ദേഹത്തിൻ്റെ ജീവിതത്തിലെ രണ്ടാമത്തെയും അവസാനത്തെയുമായ ഘട്ടം ശ്രദ്ധ കേന്ദ്രീകരിക്കുന്നു. അതായത് തൻ്റെ അമ്മായിയപ്പനായ ലാബാനിൽ നിന്ന് വേർപിരിഞ്ഞ നിമിഷം മുതൽ കാനാനിൽ അടക്കം ചെയ്യുന്നതുവരെയുള്ള ഭാഗമാണ് ഈ രണ്ടാം ഘട്ടത്തിൽ നമ്മൾ കാണുക. യാക്കോബ് സഹോദരൻ ഏശാവിൻ്റെ കുതികാൽ പിടിച്ച് ഇരട്ടകളിൽ രണ്ടാമനായി ജനിച്ചു. ഇളയവനെങ്കിലും പരമ്പരാഗതമായി ആദ്യജാതന് ലഭിക്കേണ്ട ജന്മാവകാശവും അനുഗ്രഹവും യാക്കോബ് നേടി. തന്മൂലമുണ്ടായ ഏശാവിൻ്റെ കോപത്തിൽ നിന്ന് രക്ഷപ്പെടാൻ യാക്കോബ് ഹാരാനിലേക്ക് ഓടിപ്പോയി. വഴിമധ്യേ ബഥേലിൽ ഒരു സ്വർഗീയ സ്വപ്നത്തിൽ സ്വർഗവും ഭൂമിയുമായി ബന്ധിപ്പിക്കുന്ന ഒരു ഗോവണിയുടെ ദർശനം അദ്ദേഹത്തിനുണ്ടായി. അപ്പോൾ ദൈവം അവനുമായി ഉടമ്പടി വാഗ്ദാനം പുതുക്കുകയും അവൻ്റെ ജീവിതത്തിൽ ദൈവിക സംരക്ഷണവും അനുഗ്രഹവും ഉറപ്പാക്കി. ഹാരാനിൽ യാക്കോബ് തൻ്റെ അമ്മാവനായ ലാബാനെ 20 വർഷം സേവിച്ചു. ആദ്യം റാഹേലിനെ വിവാഹം കഴിക്കാൻ 7 വർഷം അധ്വാനിച്ചെങ്കിലും ലഭിച്ചത് മൂത്തവൾ ലേയയാണ്. പിന്നീട് അവൻ റാഹേലിന് വേണ്ടി 7 വർഷം തുടർന്ന് 6 വർഷവും ഒരു ഇടയനായി സേവിച്ചു. ആ സമയത്ത് ദൈവം അവന് വലിയ ആട്ടിൻകൂട്ടങ്ങളെയും കുടുംബാംഗങ്ങളെയും നൽകി അനുഗ്രഹിച്ചു. ലാബാനുമായുള്ള സംഘർഷം വർദ്ധിച്ചു വരുന്നതിനാലും ദൈവകൽപ്പന അനുസരിച്ചും യാക്കോബ് തൻ്റെ കുടുംബത്തോടൊപ്പം ലാബാനെ അറിയിക്കാതെ ഹാരാനിലേക്ക് ഓടിപ്പോയി. അവരെ പിന്തുടർന്ന ലാബാൻ ഗിലെയാദിൽ യാക്കോബുമായി സമാധാന ഉടമ്പടി ഉണ്ടാക്കിയതിന് ശേഷം യാക്കോബ് കാനാനിലേക്ക് യാത്ര തുടർന്നു. എന്നാൽ തൻ്റെ പ്രതിയോഗിയായ ഇരട്ട സഹോദരനായ ഏശാവുമായി അനുരഞ്ജനം നടത്തുവാൻ ഉദ്ദേശിച്ചു. കാനാനിലേക്കുള്ള യാത്രയിൽ ദൈവത്തിൻ്റെ ദൂതന്മാർ യാക്കോബിനെ കണ്ടുമുട്ടി. യാക്കോബ് അവരെ കണ്ടപ്പോൾ ഇത് ദൈവത്തിൻ്റെ പാളയമാണ് എന്ന് പറഞ്ഞു. അങ്ങനെ അവൻ ആ സ്ഥലത്തിന് മഹനീയം എന്ന് പേരിട്ടു. ഉൽപ്പത്തി 32:1-2 വരെയുള്ള വാക്യങ്ങൾ തന്നോടൊപ്പമുള്ള ദിവ്യ സംരക്ഷണത്തിൻ്റെ അടയാളം ആയിരുന്നു. ഉൽപ്പത്തി 32:4-22 വരെയുള്ള വാക്യങ്ങളിലെ വർഷങ്ങൾക്ക് ശേഷം വേർപിരിഞ്ഞ തൻ്റെ സഹോദരൻ ഏശാവുമായി വീണ്ടും ഒന്നിക്കുവാൻ യാക്കോബ് തയ്യാറെടുക്കുന്നു. അവരുടെ പിരിമുറുക്കമുള്ള ചരിത്രത്തെക്കുറിച്ച് അറിയാവുന്ന യാക്കോബ് താൻ ഏശാവിൻ്റെ ദാസനായി തിരിച്ചെത്തുന്നുവെന്നും ലാബാനോടൊപ്പം താമസിച്ചപ്പോൾ ഏറെ സമ്പത്ത് നേടിയെന്നും അറിയിച്ചുകൊണ്ട് എളിമയോടെ ഒരു ആശംസാ സന്ദേശവുമായി ദൂതന്മാരെ മുന്നോട്ട് അയക്കുന്നു. ഏശാവ് 400 പുരുഷന്മാരുമായി തന്നെ നേരിടാൻ വരുന്നുണ്ടെന്ന് യാക്കോബ് മനസ്സിലാക്കുമ്പോൾ അവൻ ഭയപ്പെടുകയും തൻ്റെ കുടുംബത്തെയും സ്വത്തുക്കളെയും സംരക്ഷിക്കുവാൻ തൻ്റെ പാളയം വിഭജിക്കുകയും ചെയ്യുന്നു. ആഴമായ വിനയത്തോടെ യാക്കോബ് ദൈവത്തോട് പ്രാർത്ഥിക്കുന്നു. ദൈവത്തിൻ്റെ മുൻകാല വാഗ്ദാനങ്ങളും അനുഗ്രഹങ്ങളും ഓർമ്മിപ്പിക്കുകയും ഏശാവിൽ നിന്ന് മോചനത്തിനായി അപേക്ഷിക്കുകയും ചെയ്യുന്നു. തൻ്റെ സഹോദരനെ പ്രീണിപ്പിക്കുവാൻ യാക്കോബ് പല ഗ്രൂപ്പുകളായി കന്നുകാലികളെ സമ്മാനമായി അയച്ചു. അവർ കണ്ടുമുട്ടുന്നതിന് മുമ്പ് ഏശാവിൻ്റെ ഹൃദയത്തെ മയപ്പെടുത്തുകയായിരുന്നു ലക്ഷ്യം. ഭയത്തിൻ്റെയും അനിശ്ചിതത്വത്തിൻ്റെയും സമയങ്ങളിൽ എളിമ, അനുരഞ്ജനം, ദൈവത്തിൻ്റെ വാഗ്ദാനങ്ങളിൽ വിശ്വസിക്കൽ എന്നിവയുടെ പ്രാധാന്യം ഈ ഭാഗങ്ങളിൽ നമുക്ക് മനസ്സിലാക്കാം. പ്രയാസകരമായ സാഹചര്യങ്ങളിൽ പ്രായോഗിക നടപടികൾ സ്വീകരിക്കുന്നത് ബുദ്ധിസഹജമാണെങ്കിലും പ്രാർത്ഥനയിലൂടെയും ദൈവത്തിൻ്റെ വിശ്വസ്തതയിലുള്ള ആശ്രയത്തിലൂടെയുമാണ് യഥാർത്ഥ സമാധാനം ലഭിക്കുന്നത് എന്ന് യാക്കോബ് നമുക്ക് കാണിച്ചു തരുന്നു. ഏശാവിൻ്റെ മുമ്പാകെ തന്നെത്താൻ താഴ്ത്തി സമാധാനം തേടാനുള്ള അവൻ്റെ സന്നദ്ധതയും വിനയവും ഔദാര്യവും വിശ്വാസത്തിൽ വേരൂന്നിയ ഹൃദയത്തോടെ നാമും എങ്ങനെ പിരിമുറുക്കമുള്ള ബന്ധങ്ങളെ സമീപിക്കണമെന്ന് പ്രതിഫലിപ്പിക്കുന്നു. ഉൽപ്പത്തി 32:23-33 വരെയുള്ള വാക്യങ്ങളിൽ യാക്കോബ് നദിക്ക് കുറുകെ കുടുംബത്തെ അയച്ചതിന് ശേഷം തനിച്ചായ യാക്കോബ് രാത്രി മുഴുവനും അവനുമായി മല്ലിടുന്ന ഒരു നിഗൂഢ മനുഷ്യനെ കണ്ടുമുട്ടുന്നു. ശാരീരിക ബുദ്ധിമുട്ടും ഇടുപ്പിന് സ്ഥാനഭ്രംശം സംഭവിച്ച പരിക്കുമുണ്ടായിരുന്നിട്ടും അവൻ്റെ അനുഗ്രഹം ലഭിക്കുന്നതുവരെ യാക്കോബ് അവനെ പോകുവാൻ അനുവദിച്ചില്ല. ഒരു ദിവ്യനായി തന്നെ വെളിപ്പെടുത്തിയ ആ മനുഷ്യൻ അവനെ അനുഗ്രഹിക്കുകയും യാക്കോബ് എന്ന പേരിന് പകരം
ദൈവവുമായി പോരാടുന്നവനെന്ന് അർത്ഥം വരുന്ന ഇസ്രായേൽ എന്നാക്കി മാറ്റുകയും ചെയ്യുന്നു. യാക്കോബിൻ്റെ സ്വഭാവത്തിലും ദൗത്യത്തിലും വന്ന പരിവർത്തനത്തെ ഇത് സൂചിപ്പിക്കുന്നു. ഞാൻ ദൈവത്തെ മുഖാമുഖം കണ്ടു, എന്നിട്ടും എൻ്റെ ജീവൻ രക്ഷിക്കപ്പെട്ടു എന്ന് പറഞ്ഞുകൊണ്ട് യാക്കോബ് ആ സ്ഥലത്തിന് പെനിയേൽ എന്ന് പേരിട്ടു. കൂടിക്കാഴ്ചയ്ക്ക് ശേഷം അവൻ മുടന്തി നടന്ന് അവൻ്റെ ദിവ്യ കൂടിക്കാഴ്ചയുടെ ഒരു ശാശ്വത അടയാളമാണത്. ആഴത്തിലുള്ള പരിവർത്തനം പലപ്പോഴും പോരാട്ടത്തിലൂടെയാണ് സംഭവിക്കുന്നത് എന്ന് ഈ സംഭവം നമ്മെ പഠിപ്പിക്കുന്നു. ഉൽപ്പത്തി 33 അധ്യായം 1 മുതൽ 20 വരെയുള്ള വാക്യങ്ങളിൽ യാക്കോബും ഏശാവും തമ്മിൽ ദീർഘകാലമായി പ്രതീക്ഷിച്ചിരുന്ന കൂടിക്കാഴ്ച സംഭവിക്കുന്നു. ഏശാവ് 400 പുരുഷന്മാരുമായി അടുക്കുമ്പോൾ യാക്കോബ് തൻ്റെ കുടുംബത്തെ ഇപ്രകാരം അണിനിരത്തി. ആദ്യം വേലക്കാരികളെയും അവരുടെ കുട്ടികളെയും, പിന്നീട് ലേയായെയും അവളുടെ മക്കളെയും, ഒടുവിൽ റാഹേലിനെയും ജോസഫിനെയും നിർത്തി. യാക്കോബ് ഏവരുടെയും മുമ്പിൽ നീങ്ങി. ആഴമായ വിനയത്തിൻ്റെയും ആദരവിൻ്റെയും അടയാളമായി അയാൾ ഏശാവിൻ്റെ മുമ്പിൽ 7 തവണ നിലത്ത് കുമ്പിട്ടു. യാക്കോബിൻ്റെ അത്ഭുതവും ആശ്വാസവും പകർന്നുകൊണ്ട് ഏശാവ് ഓടി വന്ന് അവനെ ആലിംഗനം ചെയ്തു. കണ്ണീരോടെ ചുംബിച്ചുകൊണ്ട് യഥാർത്ഥ ക്ഷമയും വാത്സല്യവും ഏശാവ് പ്രകടമാക്കി. യാക്കോബിൻ്റെ കുടുംബത്തെക്കുറിച്ചും മുമ്പ് കണ്ടുമുട്ടിയ കന്നുകാലികളെയും കുറിച്ച് ഏശാവ് അന്വേഷിക്കുമ്പോൾ അവ തൻ്റെ സഹോദരൻ്റെ പ്രീതി നേടാൻ വേണ്ടിയുള്ള സമ്മാനങ്ങളാണെന്ന് യാക്കോബ് വിശദീകരിക്കുന്നു. ഏശാവ് ആദ്യം സമ്മാനങ്ങൾ നിരസിച്ചെങ്കിലും യാക്കോബ് നിർബന്ധിച്ചതിനാൽ ഏശാവ് അവ സ്വീകരിക്കുന്നു. ഏശാവ് യാക്കോബിനെ തന്നോടൊപ്പം യാത്ര ചെയ്യുവാൻ ക്ഷണിക്കുന്നു. എന്നാൽ യാക്കോബ് തൻ്റെ കുട്ടികളുടെയും കന്നുകാലികളുടെയും ആവശ്യങ്ങൾ ചൂണ്ടിക്കാട്ടി ആ അഭ്യർത്ഥന മാന്യമായി നിരസിക്കുന്നു. ഏശാവ് സംരക്ഷണം വാഗ്ദാനം ചെയ്യുന്നു. എന്നാൽ യാക്കോബ് അവനെ സേയീരിലേക്ക് മടങ്ങാൻ അനുവദിച്ചുകൊണ്ട് സുക്കോത്തിലേക്ക് പതുക്കെ യാത്ര ചെയ്യുന്നു. അവിടെ യാക്കോബ് ഒരു വീടും കന്നുകാലികൾക്ക് കൂടാരങ്ങളും പണിയുന്നു. ആ സ്ഥലത്തിന് പേര് നൽകി. പിന്നീട് അവൻ കനാൻ ദേശത്തെ ശെഖേമിൽ എത്തുകയും തൻ്റെ കൂടാരം സ്ഥാപിക്കുന്ന സ്ഥലം വാങ്ങുകയും ഒരു യാഗപീഠം സ്ഥാപിക്കുകയും അത് ഇസ്രായേലിൻ്റെ ദൈവമായ ഏലിന് സമർപ്പിക്കുകയും ചെയ്യുന്നു. ദൈവത്തിൻ്റെ അനുഗ്രഹത്തിന് കീഴിൽ വാഗ്ദാന ദേശത്തേക്കുള്ള ആത്മീയവും ശാരീരികവുമായ തിരിച്ചുവരവായിരുന്നു അത്. ഈ ഭാഗം അനുരഞ്ജനത്തിൻ്റെയും എളിമയുടെയും ദൈവത്തിൻ്റെ കരുതലിലുള്ള വിശ്വാസത്തിൻ്റെയും ശക്തി പ്രകടിപ്പിക്കുന്നു. ബന്ധങ്ങളിലെ ആഴത്തിലുള്ള മുറിവുകൾ പോലും വിനയം, കൃപ, സമയം എന്നിവയാൽ സുഖപ്പെടുത്തുവാൻ കഴിയുമെന്ന് ഇത് വ്യക്തമാക്കുന്നു. ഏശാവ് യാക്കോബിനോട് ക്ഷമിക്കുമ്പോൾ അവൻ്റെ ഭയം സന്തോഷമായി മാറുന്നു. ബന്ധങ്ങളിലെ ആഴത്തിലുള്ള മുറിവുകൾ പോലും വിനയം, കൃപ, സമയം എന്നിവയാൽ സുഖപ്പെടുത്തുവാൻ കഴിയുമെന്ന് ഇത് നമ്മെ ഓർമ്മിപ്പിക്കുന്നു. യാഗവേദിയിൽ നാം ബലിവസ്തുക്കൾ അർപ്പിക്കുന്നതിന് മുമ്പ് നമ്മുടെ സഹോദരങ്ങളുമായി അനുരഞ്ജനത്തിലാകണമെന്ന് യേശു നമ്മെ പഠിപ്പിച്ചു. മത്തായിയുടെ സുവിശേഷം 5 അധ്യായം 23-24 വാക്യങ്ങൾ. ഏശാവുമായുള്ള യാക്കോബിൻ്റെ അനുരഞ്ജനം ഈ സത്യത്തിൻ്റെ ഒരു മുൻ നിഴലാണ്. ദൈവം എളിയവരെയും സമാധാന പാലനത്തെയും ബഹുമാനിക്കുന്നു. കരുണയുള്ളവർ ഭാഗ്യവാന്മാർ, കാരണം അവർക്ക് കരുണ ലഭിക്കും. മത്തായിയുടെ സുവിശേഷം 5:7 വാക്യം. ഉൽപ്പത്തി 34:1 മുതൽ 12 വരെയുള്ള വാക്യങ്ങളിൽ യാക്കോബിൻ്റെയും ലേയായുടെയും മകളായ ദീന ആ പ്രദേശത്തെ വനിതകളെ സന്ദർശിക്കുവാൻ പോകുന്നു. അവിടെ ഹിവ്യനായ ഹാമോറിൻ്റെ മകനും പ്രദേശത്തിൻ്റെ നേതാവുമായ ഷെക്കേം അവളെ കാണുകയും ബലാത്സംഗം ചെയ്യുകയും ചെയ്യുന്നു. കടന്നാക്രമണത്തിന് ശേഷവും ഷെക്കേം ദീനയോട് ആഭിമുഖ്യം പുലർത്തുകയും തൻ്റെ പിതാവായ ഹാമോറിനോട് അവളുമായി വിവാഹം ക്രമീകരിക്കുവാൻ അപേക്ഷിക്കുകയും ചെയ്യുന്നു. യാക്കോബ് സംഭവത്തെക്കുറിച്ച് കേൾക്കുമ്പോൾ തൻ്റെ പുത്രന്മാർ വയലിൽ നിന്ന് മടങ്ങി വരുന്നതുവരെ മൗനം പാലിക്കുന്നു. എന്നാൽ സംഭവിച്ചത് കേട്ടപ്പോൾ ദീനായുടെ സഹോദരന്മാർ തങ്ങളുടെ കുടുംബത്തിന് സംഭവിച്ച അപമാനത്തിൽ നീതിയുക്തമായ കോപത്താൽ നിറയുന്നു. ഹാമോറും ഷെക്കേമും യാക്കോബിൻ്റെ കുടുംബത്തെ ഷെക്കേമും ദീനായുമായുള്ള വിവാഹത്തിനും അവരുടെ ജനങ്ങൾക്കിടയിൽ വിശാലമായ സങ്കര വിവാഹത്തിനുമായി നിർദ്ദേശം വയ്ക്കുന്നു. അപ്രകാരം സമ്മതിച്ചാൽ
ഉദാരമായ സ്വാതന്ത്ര്യം ആ പ്രദേശത്ത് വാഗ്ദാനം ചെയ്യുന്നു. ദീനായുമായുള്ള വിവാഹത്തിന് ഷെക്കേം എന്തു വിലയും നൽകുവാൻ തയ്യാറായിരുന്നു. ഉൽപ്പത്തി 34:13 മുതൽ 31 വരെയുള്ള വാക്യങ്ങളിൽ യാക്കോബിന്റെ പുത്രന്മാർ, പ്രത്യേകിച്ച് ശെമയോനും ലേവിയും, നഗരത്തിലെ എല്ലാ പുരുഷന്മാരെയും പരിച്ഛേദനം ചെയ്താൽ മാത്രമേ ദീനയെ ഷെക്കേമിന് വിവാഹം കഴിപ്പിക്കുവാൻ സമ്മതിക്കുകയുള്ളൂ എന്ന് കള്ളം പറയുന്നു. ഷെക്കേമും അവൻ്റെ പിതാവായ ഹാമോറും അതിന് സമ്മതിക്കുകയും അവരുടെ ജനങ്ങളെ അത് അനുസരിക്കുവാൻ പ്രേരിപ്പിക്കുകയും ചെയ്യുന്നു. യാക്കോബിന്റെ കുടുംബവുമായി മിസ്ർ വിവാഹം ചെയ്ത് അവരുടെ സമ്പത്ത് നേടാമെന്ന പ്രതീക്ഷയാണ് അവർ ജനങ്ങൾക്ക് നൽകിയത്. പുരുഷന്മാർ 3-ാം ദിവസം പരിച്ഛേദനയുടെ വേദന അനുഭവിക്കുമ്പോൾ ശീമോനും ലേവിയും നഗരം ആക്രമിക്കുകയും ഷെക്കേമും ഹാമോറും ഉൾപ്പെടെ എല്ലാ പുരുഷന്മാരെയും വധിക്കുകയും ദീനയെ രക്ഷപ്പെടുത്തുകയും നഗരം കൊള്ളയടിക്കുകയും ചെയ്യുന്നു. യാക്കോബിന്റെ മറ്റു പുത്രന്മാർ അതിൽ പങ്കുചേർന്ന് കന്നുകാലികളെയും സമ്പത്തിനെയും സ്ത്രീകളെയും കുട്ടികളെയും അപഹരിക്കുന്നു. ചുറ്റുമുള്ള ജനതകൾക്ക് വെറുപ്പുണ്ടാക്കി കുടുംബത്തെ അപകടത്തിലാക്കിയതിന് ശെമയോനെയും ലേവിയെയും യാക്കോബ് ശാസിക്കുന്നു. എന്നാൽ തങ്ങളുടെ സഹോദരിയുടെ മാനം ഉയർത്തിപ്പിടിക്കുവാനാണ് അവ ചെയ്തത് എന്ന് ശഠിച്ചുകൊണ്ട് അവർ തങ്ങളുടെ ക്രൂരതയെ ന്യായീകരിക്കുന്നു. പിന്നീട് മരണക്കിടക്കയിൽ യാക്കോബ് ശെമയോന്റെയും ലേവിയുടെയും കോപത്തെ വ്യക്തമായി ശപിച്ചു. അവരുടെ ഉഗ്രമായ കോപവും ക്രൂരമായ ക്രോധവും ശപിക്കപ്പെടട്ടെ. ഞാൻ അവരെ യാക്കോബിൽ വിഭജിക്കും, ഇസ്രായേലിൽ ചിതറിക്കുകയും ചെയ്യും എന്ന് പറഞ്ഞു. ഈ പ്രതികരണം യാക്കോബിന്റെ നേതൃത്വത്തിൽ വന്ന ധാർമ്മിക പരിണാമത്തെ സൂചിപ്പിക്കുന്നു. അവൻ പ്രതികാരത്തെ നീതിയാൽ ലഘൂകരിക്കുവാൻ പഠിക്കുകയായിരുന്നു. തൻ്റെ പിൻഗാമികൾക്ക് പിൽക്കാലത്ത് ലഭിക്കുവാനിരിക്കുന്ന കൊല്ലരുതേ എന്ന ദൈവകൽപ്പനയെ അവൻ മുൻകൂട്ടി കാണിച്ചു. പാപത്തിൻ്റെ ഗുരുതരമായ അനന്തരഫലങ്ങളെയും നീതിയുടെയും മനുഷ്യന്റെ അന്തസ്സിനോടുള്ള ആദരവിൻ്റെയും പ്രാധാന്യത്തെ ഈ ഭാഗം എടുത്തു കാണിക്കുന്നു. നീതിക്കായുള്ള ആഗ്രഹം മനസ്സിലാക്കാവുന്നതാണ് എങ്കിലും വഞ്ചനയും അക്രമവും കൊണ്ട് പ്രചോദിക്കപ്പെടുന്ന പ്രതികാരം കൂടുതൽ ദോഷത്തിലേക്കും ധാർമ്മിക പരാജയത്തിലേക്കും നയിക്കുന്നുവെന്ന് ഈ ഭാഗം നമ്മെ ഓർമ്മിപ്പിക്കുന്നു. യഥാർത്ഥ നീതി മനുഷ്യന്റെ കോപത്തെയല്ല, ദൈവത്തിൻ്റെ നീതിയെ പ്രതിഫലിപ്പിക്കണം. ഉൽപ്പത്തി 35-ാം അധ്യായം 1 മുതൽ 15 വരെയുള്ള വാക്യങ്ങളിൽ കാണുന്ന പ്രകാരം ഏശാവിൽ നിന്ന് പലായനം ചെയ്തപ്പോൾ യാക്കോബിന് ആദ്യമായി പ്രത്യക്ഷപ്പെട്ട പുണ്യസ്ഥലമായ ബേഥേലിലേക്ക് മടങ്ങുവാൻ ദൈവം യാക്കോബിനോട് കൽപ്പിക്കുന്നു. അതിനുവേണ്ട തയ്യാറെടുപ്പിനായി അന്യദൈവങ്ങളെ ഒഴിവാക്കുവാനും സ്വയം ശുദ്ധീകരിക്കുവാനും വസ്ത്രം മാറ്റാനും യാക്കോബ് തൻ്റെ കുടുംബത്തോട് പറയുന്നു. മാനസാന്തരത്തെയും പുതുക്കലിനെയും പ്രതീകാത്മക പ്രവൃത്തികളായിരുന്നു അവ. അവർ നീങ്ങുമ്പോൾ അയൽ നഗരങ്ങളിൽ ദൈവം ഭയം വീഴ്ത്തിയതിനാൽ അവർക്ക് സുരക്ഷിതരായി യാത്ര ചെയ്യുവാൻ കഴിഞ്ഞു. ബേഥേലിൽ ചെന്നപ്പോൾ യാക്കോബ് ഒരു യാഗപീഠം പണിയുകയും ദൈവം തൻ്റെ ഉടമ്പടി വീണ്ടും ഉറപ്പിക്കുകയും യാക്കോബിനെ ഇസ്രായേൽ എന്ന് പുനർനാമകരണം ചെയ്യുകയും ചെയ്യുന്നു. ജനതകളും രാജാക്കന്മാരും അവനിൽ നിന്ന് വരുമെന്നും അബ്രഹാമിനും ഇസ്ഹാക്കിനും നൽകപ്പെട്ട ദേശം അവൻ്റെ അവകാശം ആയിരിക്കുമെന്നും ദൈവം അവനോട് വാഗ്ദാനം ചെയ്യുന്നു. ഒരു വിശുദ്ധ സ്തംഭം സ്ഥാപിച്ച് അതിൽ വഴിപാടുകൾ സമർപ്പിച്ചുകൊണ്ട് യാക്കോബ് ആ വിശുദ്ധ കൂടിക്കാഴ്ചയെ അടയാളപ്പെടുത്തുന്നു. ആത്മീയ പോരാട്ടങ്ങളോ പരാജയങ്ങളോ ഉണ്ടായ ശേഷം ശുദ്ധീകരിക്കപ്പെട്ട ഹൃദയത്തോടെ ദേവാലയത്തിലേക്ക് മടങ്ങേണ്ടതിൻ്റെ പ്രാധാന്യം ഈ ഭാഗം നമ്മെ ഓർമ്മിപ്പിക്കുന്നു. നമ്മുടെ ജീവിതത്തിൽ ദൈവത്തിൻ്റെ സ്ഥാനം കൈയടക്കുന്ന എന്തും ഉപേക്ഷിക്കുവാനും യാക്കോബിനെ പോലെ അവനോടുള്ള നമ്മുടെ പ്രതിബദ്ധത പുതുക്കുവാനും ദൈവം നമ്മളെ വിളിക്കുന്നു. നമ്മുടെ ബേഥേലിലേക്ക് മടങ്ങുമ്പോൾ ദൈവം നമ്മെ കൃപയോടെ കണ്ടുമുട്ടുന്നു. അവൻ്റെ വാഗ്ദാനങ്ങൾ വീണ്ടും സ്ഥിരീകരിക്കുന്നു. അവനുമായുള്ള ആഴത്തിലുള്ള കൂട്ടായ്മയിലേക്ക് നമ്മെ ക്ഷണിക്കുന്നു. ഉൽപ്പത്തി 35:16 മുതൽ 29 വരെയുള്ള വാക്യങ്ങളിൽ ബേഥേലിൽ നിന്ന് യാത്ര ചെയ്യുമ്പോൾ യാക്കോബിൻ്റെ കുടുംബം സന്തോഷവും ദുഃഖവും അനുഭവിക്കുന്നു. എഫ്രാത്തിന് സമീപം റാഹേൽ പ്രസവ വേദന അനുഭവിച്ചു. പക്ഷേ രണ്ടാമത്തെ മകനെ പ്രസവിച്ചുകൊണ്ട് ദാരുണമായി മരിച്ചു. അവൾ അവന് ബെനോനി, എൻ്റെ ദുഃഖത്തിൻ്റെ മകൻ എന്ന് പേരിട്ടു.
എന്നാൽ യാക്കോബ് അവനെ ബെഞ്ചമിൻ, വലതു കൈയുടെ മകൻ എന്ന് പുനർനാമകരണം ചെയ്തു. ഇത് ദുഃഖത്തിനിടയിലെ പ്രത്യാശയുടെ അടയാളമാണ്. യാക്കോബ് റാഹേലിൻ്റെ ശവകുടീരത്തെ ഒരു വിശുദ്ധ സ്തംഭം കൊണ്ട് അടയാളപ്പെടുത്തി. റാഹേലിൻ്റെ ശവകുടീരം യഹൂദരുടെ ഒരു പ്രധാന ഓർമ്മ സ്ഥലമായി മാറി. നാടുകടത്തപ്പെട്ട ഇസ്രായേലിയർ നൂറ്റാണ്ടുകൾക്ക് ശേഷം അവൾ തൻ്റെ മക്കളെ ചൊല്ലി കരയുന്നത് ഓർക്കുന്ന ഒരു സ്ഥലമാണത്. ജെറേമിയ 31:15. റാഹേൽ തൻ്റെ സന്തതികൾക്കായി മധ്യസ്ഥത വഹിക്കുന്നത് തുടരുന്നുവെന്ന് യഹൂദ പാരമ്പര്യം പറയുന്നു. പുരാതന കാലം മുതൽ യഹൂദന്മാർ അവളുടെ ശവകുടീരത്തിലേക്ക് തീർത്ഥാടനം നടത്തിയിട്ടുണ്ട്. ഹെറോദസ് രാജാവ് 2 വയസ്സ് താഴെയുള്ള ആൺകുട്ടികളെ വധിക്കുന്നത് മത്തായിയുടെ സുവിശേഷത്തിൽ വിവരിക്കുമ്പോൾ തൻ്റെ മക്കളെ ചൊല്ലി കരയുന്ന റാഹേലിൻ്റെ ജെറേമിയായുടെ ചിത്രം വൈകാരികമായി പ്രയോഗിക്കുന്നു. അങ്ങനെ റാഹേലിനെ ഇസ്രായേലിന് നഷ്ടപ്പെട്ട പുത്രന്മാർക്ക് വേണ്ടി വിലപിക്കുന്ന ഒരു ആത്മീയ മാതാവായി ചിത്രീകരിക്കുന്നു. മത്തായി 2-ാം അധ്യായം 16 മുതൽ 18 വരെയുള്ള വാക്യങ്ങൾ. പിൽക്കാലത്ത് റാഹേലിൻ്റെ ആദ്യജാതനായ റൂബൻ തൻ്റെ പിതാവിൻ്റെ വെപ്പാട്ടിയായ ബിൽഹയോടൊപ്പം ശയിക്കുന്നു. അത് ഗുരുതരമായ അപമാനത്തിന് കാരണമാകുന്നു. തുടർന്ന് ബൈബിൾ വിവരണത്തിൽ ഇസ്രായേലിൻ്റെ ഭാവി ഗോത്രപിതാക്കന്മാരായി മാറിയ യാക്കോബിൻ്റെ 12 പുത്രന്മാരുടെ പട്ടിക അവതരിപ്പിക്കുന്നു. പിന്നീട് യാക്കോബ് ഹെബ്രോണിൽ തൻ്റെ പിതാവായ ഇസ്ഹാക്കുമായി വീണ്ടും ഒന്നിക്കുന്നു. അവിടെ ഇസ്ഹാക്ക് 180 വയസ്സുള്ളപ്പോൾ മരിക്കുകയും പുത്രന്മാരായ ഏശാവും യാക്കോബും അദ്ദേഹത്തെ സംസ്കരിക്കുകയും ചെയ്യുന്നു. വിശ്വാസയാത്രയിലെ വേദനയുടെയും അനുഗ്രഹത്തിൻ്റെയും മിശ്രിതമാണ് നാം വീണ്ടും കാണുക. റൂബൻ്റെ പാപവും പ്രസവ സമയത്തെ റാഹേലിൻ്റെ മരണവും ദൈവത്തിൻ്റെ തിരഞ്ഞെടുക്കപ്പെട്ട കുടുംബം പോലും ദുഃഖവും പരാജയവും എങ്ങനെ നേരിടുന്നുവെന്ന് കാണിക്കുന്നു. ശിശുവിന് വലതു കൈയുടെ മകനെന്നർത്ഥമുള്ള ബെഞ്ചമിൻ എന്ന പേര് യാക്കോബ് മാറ്റിയത് വിശ്വാസം ദുരന്തത്തെ അനുഗ്രഹമാക്കി മാറ്റുന്നത് എങ്ങനെയെന്ന് കാണിക്കുന്നു. ജീവിതത്തിലെ സന്തോഷങ്ങളിലും പരീക്ഷണങ്ങളിലും ദൈവം വിശ്വസ്തനായി തുടരുന്നുവെന്നും കുടുംബത്തെ ബഹുമാനിക്കുവാനും പരാജയങ്ങളിൽ നിന്ന് പഠിക്കുവാനും വിശ്വാസത്തിനും അനുസരണത്തിലും നടക്കാനും നാം വിളിക്കപ്പെട്ടിരിക്കുന്നുവെന്ന് നമ്മെ ഓർമ്മിപ്പിക്കുന്നു. തുടർന്നുള്ള വിവരണത്തിൽ തൻ്റെ പ്രിയമകൻ ജോസഫിൻ്റെ നഷ്ടത്തിൽ യാക്കോബിൻ്റെ ആഴത്തിലുള്ള വ്യക്തിപരമായ ദുഃഖം രേഖപ്പെടുത്തിയിരിക്കുന്നു. റാഹേലിൻ്റെ ആദ്യജാതനായ യോസഫിനോട് യാക്കോബ് പ്രത്യേക വാത്സല്യം കാണിച്ചു. അവന് ബഹുവർണ്ണ കുപ്പായം നൽകിയത് അവൻ്റെ മറ്റു പുത്രന്മാരുടെ അസൂയയ്ക്ക് കാരണമായി. ഉൽപ്പത്തി 37:3-4 വാക്യങ്ങൾ. ക്രൂരമായ വഞ്ചനയിലൂടെ ജോസഫിൻ്റെ സഹോദരന്മാർ അവനെ അടിമയായി വിറ്റു. ജോസഫ് ഒരു കാട്ടുമൃഗത്താൽ കൊല്ലപ്പെട്ടു എന്ന് അവർ പിതാവായ യാക്കോബിനെ തെറ്റിദ്ധരിപ്പിച്ചു. യാക്കോബ് തൻ്റെ വസ്ത്രം വലിച്ചു കീറി ചാക്കുടുത്ത് വളരെ നാൾ തൻ്റെ മകനെക്കുറിച്ച് വിലപിച്ചു. അവൻ്റെ പുത്രന്മാരും പുത്രിമാരും അവനെ ആശ്വസിപ്പിക്കുവാൻ ശ്രമിച്ചു. എന്നാൽ അവർക്ക് കഴിഞ്ഞില്ല. കരഞ്ഞുകൊണ്ട് തന്നെ പാതാളത്തിൽ എൻ്റെ മകൻ്റെ അടുത്തേക്ക് ഞാൻ പോകുമെന്ന് പറഞ്ഞ് അവൻ തൻ്റെ മകനെ ഓർത്ത് വിലപിച്ചു. ഉൽപ്പത്തി 37-ാം അധ്യായം 34-35 വാക്യങ്ങൾ. എല്ലാ ആശ്വാസവും നിരസിച്ച യാക്കോബിൻ്റെ ദുഃഖത്തിൻ്റെ ആഴം തൻ്റെ പ്രിയപുത്രനായ യേശുവിൻ്റെ നിരസിക്കലിലും മരണത്തിലും പിതാവായ ദൈവത്തിൻ്റെ ദുഃഖത്തെ സൂചിപ്പിക്കുന്നു. എന്നിരുന്നാലും ജോസഫിൻ്റെയും ക്രിസ്തുവിൻ്റെയും പീഡാനുഭവത്തിൽ എന്ന പോലെ ദൈവം ദുരന്തത്തിൽ നിന്ന് വിജയം കൊണ്ടുവരുന്നു. വർഷങ്ങൾ കടന്നുപോയി. ഒരു കടുത്ത ക്ഷാമം ആ പ്രദേശത്ത് പടർന്നു. യാക്കോബ് തൻ്റെ പുത്രന്മാരെ ധാന്യം വാങ്ങാൻ ഈജിപ്തിലേക്ക് അയക്കാൻ നിർബന്ധിതനായി. ഉൽപ്പത്തി 42-ാം അധ്യായം. അവിശ്വസനീയമായ ഒരു പരിപാലനയിൽ ഈജിപ്തിൻ്റെ ധാന്യശേഖരം നിയന്ത്രിച്ചത് ഫറവോൻ്റെ ഗവർണറായി അധികാരത്തിലേക്ക് ഉയർന്നു വന്ന ജോസഫായിരുന്നു. ഒടുവിൽ ജോസഫ് തൻ്റെ സഹോദരന്മാർക്ക് തന്നെ വെളിപ്പെടുത്തിയപ്പോൾ അവൻ അവരുടെ കുറ്റകൃത്യം ക്ഷമിച്ചു. അവിടെ ഭക്ഷണമുണ്ടായിരുന്നതിനാൽ യാക്കോബിൻ്റെ മുഴുവൻ കുടുംബത്തെയും ഈജിപ്തിൽ താമസമാക്കുവാൻ ജോസഫ് ക്ഷണിച്ചു. ഈ വാർത്ത കേട്ടപ്പോൾ വൃദ്ധനായ യാക്കോബ് സ്തബ്ധനായി സന്തോഷിച്ചു. അവൻ പറഞ്ഞു, എനിക്ക് തൃപ്തിയായി. എൻ്റെ മകൻ ജോസഫ് ജീവിച്ചിരിപ്പുണ്ട്. മരിക്കും മുമ്പ് ഞാൻ പോയി അവനെ കാണും. ഉൽപ്പത്തി 45:28 വാക്യം. ദൈവം യാക്കോബിനോട് ഒരു ദർശനത്തിൽ പറഞ്ഞു,
ഈജിപ്തിലേക്ക് പോകാൻ ഭയപ്പെടേണ്ട, കാരണം അവിടെ ഞാൻ നിന്നെ വലിയൊരു ജനമാക്കി വളർത്തും. ഞാൻ നിന്റെ കൂടെ ഈജിപ്തിലേക്ക് വരും, നിന്നെ തിരികെ കൊണ്ടുവരികയും ചെയ്യും. മരണസമയത്ത് ജോസഫ് നിന്നെ ശുശ്രൂഷിക്കും. ഉൽപ്പത്തി 46, 3-4 വാക്യങ്ങൾ. അങ്ങനെ ഉറപ്പ് ലഭിച്ച യാക്കോബ് തൻ്റെ വീട്ടിലെ 70 അംഗങ്ങളുമായി ഈജിപ്തിലേക്ക് കുടിയേറി. പുരാതന നിയർ ഈസ്റ്റേൺ പ്രദേശങ്ങളിൽ ക്ഷാമമുണ്ടാകുമ്പോൾ സെമിറ്റിക് ജനത ഈജിപ്തിൽ അഭയം തേടിയിരുന്നു. കാരണം അവിടുത്തെ നൈൽ നദിയുടെ ജലസ്രോതസ് വഴി ആ പ്രദേശം ഫലഭൂയിഷ്ടമായിരുന്നു. കാനാൻ തരിശായിരുന്നപ്പോഴും ഈജിപ്തിൽ ധാന്യം സുലഭമായിരുന്നതിനാൽ പ്രാദേശിക വരൾച്ചക്കാലത്ത് ഈജിപ്ത് ഒരു സ്വാഭാവിക അഭയസ്ഥാനമായി മാറി. 7 വർഷത്തെ ക്ഷാമകാലത്ത് അയൽപ്രദേശങ്ങളെല്ലാം ജോസഫിൽ നിന്ന് ധാന്യം വാങ്ങുവാൻ ഈജിപ്തിലേക്ക് വന്നുവെന്ന് ബൈബിൾ പറയുന്നു. യാക്കോബിൻ്റെ കുടുംബം അത്തരമൊരു കൂട്ടം മാത്രമായിരുന്നു. ക്ഷാമകാലത്ത് കനാനിലും പരിസര പ്രദേശങ്ങളിൽ നിന്നുള്ള ആളുകൾ ഭക്ഷണത്തിനായി ഈജിപ്തിലേക്ക് കുടിയേറുകയോ ആക്രമിക്കുവാൻ ശ്രമിക്കുകയോ ചെയ്തിരുന്നതായി ബൈബിളിന് പുറത്തുള്ള രേഖകളും പറയുന്നു. അപ്പോൾ യാക്കോബിൻ്റെ ഈജിപ്തിലേക്കുള്ള കുടിയേറ്റം കുടുംബ സംഗമത്തിൻ്റെ ഒരു നിമിഷം മാത്രമല്ല, ചരിത്രപരമായ ഒരു യഥാർത്ഥ അതിജീവന നീക്കവുമായിരുന്നു. യാക്കോബും യോസഫും ഈജിപ്തിൽ പുനഃസംഗമിച്ചത് വിശുദ്ധ ഗ്രന്ഥത്തിലെ ഏറ്റവും വികാര നിർഭരമായ രംഗങ്ങളിൽ ഒന്നാണ്. ജോസഫ് തൻ്റെ പിതാവായ ഇസ്രായേലിനെ എതിരേൽക്കാൻ രഥമൊരുക്കി ഗോഷനിലെത്തി. അവൻ പിതാവിനെ കെട്ടിപ്പിടിച്ച് ദീർഘനേരം കരഞ്ഞു. ഇസ്രായേൽ ജോസഫിനോട് പറഞ്ഞു, ഇനി ഞാൻ മരിച്ചുകൊള്ളട്ടെ, എന്നാൽ ഞാൻ നിന്റെ മുഖം കാണുകയും നീ ജീവനോടെ ഇരിക്കുന്നുവെന്ന് അറിയുകയും ചെയ്തിരിക്കുന്നു. ഉൽപ്പത്തി 46, 29, 30 വാക്യങ്ങൾ. യാക്കോബിൻ്റെ സന്തോഷം പൂർണ്ണമായിരുന്നു. ദൈവം അവൻ്റെ വിലാപം പ്രത്യാശയാക്കി മാറ്റി. ഉണ്ണി മിശിഹായെ കരങ്ങളിലെടുത്ത് അനുഗ്രഹിച്ച വൃദ്ധനായ ശമയോന്റെ വാക്കുകൾ ഇവിടെ പ്രതിധ്വനിക്കുന്നു. അദ്ദേഹം പറഞ്ഞു, കർത്താവേ, അവിടുത്തെ വാഗ്ദാനമനുസരിച്ച് ഇപ്പോൾ ഈ ദാസനെ സമാധാനത്തിൽ വിട്ടയക്കണമേ. എന്തെന്നാൽ സകല ജനതകൾക്കും വേണ്ടി അങ്ങ് ഒരുക്കിയിരിക്കുന്ന രക്ഷ എൻ്റെ കണ്ണുകൾ കണ്ടു കഴിഞ്ഞു. ലൂക്കായുടെ സുവിശേഷം 2-ാം അധ്യായം 29 മുതൽ 31 വരെയുള്ള വാക്യങ്ങൾ. ദൈവത്തിൻ്റെ നിർദ്ദേശപ്രകാരം യാക്കോബ് ഈജിപ്തിലെ ഗോഷൻ ദേശത്ത് താമസമാക്കി. അവിടെ ജോസഫ് യാക്കോബിന് വേണ്ടതെല്ലാം നൽകി. ഫറവോന്റെ മുമ്പാകെ യാക്കോബിനെ കൊണ്ടുവന്നപ്പോൾ അദ്ദേഹം ഈജിപ്ഷ്യൻ രാജാവിനെ അനുഗ്രഹിച്ചു. ഭൂമിയിലെ ഏറ്റവും ശക്തമായ സാമ്രാജ്യത്തിൻ്റെ ഭരണാധികാരിക്ക് യാക്കോബ് അനുഗ്രഹം നൽകിയ അത്ഭുതകരമായൊരു കൂടിക്കാഴ്ചയായിരുന്നു അത്. ഉൽപ്പത്തി 47-ാം അധ്യായം 7 മുതൽ 10 വരെയുള്ള വാക്യങ്ങൾ. ഫറവോ യാക്കോബിൻ്റെ ജീവിതത്തിലെ കൃപ തിരിച്ചറിഞ്ഞു. അയാൾ യാക്കോബിൻ്റെ പ്രായമന്വേഷിച്ചു. തനിക്ക് 130 വയസ്സായിരുന്നു എന്ന് അതിന് യാക്കോബ് മറുപടി നൽകി. അത് ഹ്രസ്വവും കഷ്ടപ്പാടുകൾ നിറഞ്ഞതുമായിരുന്നു. ഉൽപ്പത്തി 47:9 എന്ന് അദ്ദേഹം കൂട്ടിച്ചേർത്തു. പരീക്ഷണങ്ങളും അനുഗ്രഹങ്ങളും തുല്യ അളവിൽ നടത്തിയ ഒരു നീണ്ട തീർത്ഥാടനമായിരുന്നു യാക്കോബിൻ്റെ ജീവിതം. യാക്കോബ് ഈജിപ്തിൽ യോസഫിനോടൊപ്പം 17 വർഷങ്ങൾ സമാധാനപരമായി ചെലവഴിച്ചു. തൻ്റെ കുടുംബത്തിൻ്റെ അടുത്ത തലമുറകൾ വളരുന്നത് കണ്ടു. മരണം അടുത്തപ്പോൾ യാക്കോബ് യോസഫിനെ തൻ്റെ പൂർവികർക്കൊപ്പം കാനാനിൽ തന്നെ അടക്കം ചെയ്യുവാൻ സത്യം ചെയ്തു. ഇത് വാഗ്ദത്ത ദേശത്തേക്കുള്ള യാക്കോബിൻ്റെ നിലനിൽക്കുന്ന അടുപ്പം പ്രകടമാക്കുന്നു. തുടർന്ന് അവൻ തൻ്റെ 12 പുത്രന്മാരെയും തൻ്റെ ചുറ്റും വരുത്തി. ഓരോരുത്തരുടെയും മേൽ പ്രവചനപരമായ അനുഗ്രഹങ്ങൾ നൽകി. ഉൽപ്പത്തി 49-ാം അധ്യായം. ഈ അനുഗ്രഹങ്ങൾ അവരിൽ നിന്ന് ഉത്ഭവിക്കാതിരിക്കുന്ന ഗോത്രങ്ങളുടെ ഭാവിയെ വിവരിച്ചു. 17 വർഷത്തിന് ശേഷം 147 വയസ്സുള്ളപ്പോൾ യാക്കോബ് ഈജിപ്തിൽ മരിച്ചു. ഉൽപ്പത്തി 47:28. ജോസഫിന്റെ വാഗ്ദാനപ്രകാരം യാക്കോബിന്റെ മൃതദേഹം ഈജിപ്തിലെ ആചാരപ്രകാരം എംബാം ചെയ്യുകയും ഈജിപ്തിൽ ദേശീയ ദുഃഖാചരണം നടത്തുകയും ചെയ്തു. ഉൽപ്പത്തി 50:2-3 വാക്യങ്ങൾ. എംബാം ചെയ്യുന്നത് മരണാനന്തര ജീവിതത്തിനായി ശരീരം സംരക്ഷിക്കുക എന്ന ലക്ഷ്യത്തോടെ ചെയ്യുന്ന ഒരു ഈജിപ്ഷ്യൻ ആചാരമായിരുന്നുവെങ്കിലും യാക്കോബിൻ്റെ ഉദ്ദേശം യാക്കോബിൻ്റെ ശരീരത്തെ ഒരു ഈജിപ്ഷ്യൻ മമ്മിയാക്കുക എന്നതല്ല, മറിച്ച് അവൻ്റെ അവശിഷ്ടങ്ങൾ അഴുകാതെ കാനാനിലേക്ക് എത്തിക്കുക എന്നതായിരുന്നു. അബ്രഹാം തലമുറകൾക്ക് മുമ്പ് വാങ്ങിയ
കനാനിലെ ഹെബ്രോണിനടുത്തുള്ള മക്പെല ഗുഹയിലെ പൂർവികരുടെ ശവകുടീരത്തിൽ തന്നെ അടക്കം ചെയ്യുവാൻ യാക്കോബ് തൻ്റെ പുത്രന്മാരെ കൊണ്ട് സത്യം ചെയ്യിച്ചിരുന്നു. ഉൽപ്പത്തി 49, 29 മുതൽ 32 വരെയുള്ള വാക്യങ്ങൾ. അബ്രഹാമിൻ്റെയും സാറായുടെയും ഇസ്ഹാക്കിൻ്റെയും റെബക്കായുടെയും ശവകുടീരങ്ങളായിരുന്നു അത്. യാക്കോബ് ഇതിനകം തന്നെ തൻ്റെ ആദ്യ ഭാര്യ ലേയായെ അവിടെ അടക്കം ചെയ്തിരുന്നു. തൻ്റെ പിതാക്കന്മാരോടൊപ്പം അന്ത്യവിശ്രമം കൊള്ളണമെന്ന് നിർബന്ധിക്കുന്നതിലൂടെ യാക്കോബ് ദൈവവുമായുള്ള ഉടമ്പടി വാഗ്ദാനത്തിൻ്റെ അവകാശി എന്ന നിലയിൽ തൻ്റെ വ്യക്തിത്വം സ്ഥിരീകരിക്കുകയായിരുന്നു. പുരാതന കാലത്ത് പൂർവികരുടെ അടുത്തായി കുടുംബ ശവകുടീരത്തിൽ അടക്കം ചെയ്യപ്പെടുന്നത് ഒരു വലിയ ബഹുമതിയായി കണക്കാക്കപ്പെട്ടിരുന്നു. തൻ്റെ പിതാക്കന്മാരോടൊപ്പം വിശ്രമിക്കുവാനുള്ള ആഗ്രഹം കുടുംബ വിശ്വസ്തതയെയും ദൈവത്തിൻ്റെ വാഗ്ദാനങ്ങളിലുള്ള വിശ്വാസത്തെയും പ്രതിഫലിപ്പിച്ചു. കാനാനിലെ അടക്കം ചെയ്യുവാനുള്ള യാക്കോബിൻ്റെ നിർബന്ധം കാനാൻ തൻ്റെ ജനത്തിൻ്റെ യഥാർത്ഥ ഭവനമാണെന്നും ദൈവം അബ്രാഹാമിൻ്റെ പിൻഗാമികൾക്ക് നൽകുമെന്ന് സത്യം ചെയ്ത വാഗ്ദത്ത ദേശമാണെന്നുള്ള അദ്ദേഹത്തിൻ്റെ അചഞ്ചലമായ വിശ്വാസം പ്രകടമാക്കി. യാക്കോബിൻ്റെ ആഗ്രഹങ്ങൾ നിറവേറ്റുവാൻ ജോസഫിന് ഫറവോനിൽ നിന്ന് അനുമതി ലഭിച്ചു. യാക്കോബിൻ്റെ മൃതദേഹം കാനാനിലേക്ക് കൊണ്ടുപോയ ശവസംസ്കാര ഘോഷയാത്ര ശ്രദ്ധേയമാംവിധം വലുതും മാന്യവുമായിരുന്നു. ഫറവോയുടെ വേലക്കാരും കൊട്ടാരത്തിലെ പ്രമാണികളും ഈജിപ്തിലെ തലവന്മാരും അവനോടൊപ്പം പോയി. രഥങ്ങളും കുതിരക്കാരും അവനെ അനുഗമിച്ചു. അത് വലിയൊരു സംഘമായിരുന്നു. യോർദാൻ അക്കരെയുള്ള അത്താദിലെ മെതിസ്ഥലത്തെത്തിയപ്പോൾ അവർ ഉച്ചത്തിൽ വിലപിച്ചു. അവൻ 7 ദിവസം പിതാവിനെ ഓർത്ത് വിലപിച്ചു. ഉൽപ്പത്തി 50-ാം അധ്യായം 7 മുതൽ 11 വരെയുള്ള വാക്യങ്ങൾ. ഒടുവിൽ യാക്കോബിനെ മക്പെല ഗുഹയിൽ അടക്കം ചെയ്തു. ആ വിശുദ്ധ ശവകുടീരത്തിൽ അടക്കം ചെയ്യപ്പെട്ട ഗോത്രപിതാക്കന്മാരിൽ അവസാനത്തെ ആളായിരുന്നു അദ്ദേഹം. പിതാവിൻ്റെ ആഗ്രഹങ്ങൾ നിറവേറ്റിയ ശേഷം ജോസഫും സഹോദരന്മാരും ഈജിപ്തിലേക്ക് മടങ്ങി. ഇനി യാക്കോബിൻ്റെ ജീവിതത്തിൻ്റെ 2ാം പകുതിയിൽ നിന്ന് നമുക്ക് എന്താണ് പഠിക്കാൻ കഴിയുന്നത് എന്ന് നോക്കാം. ഒന്ന്, അനുരഞ്ജനത്തിന് ദൈവത്തിലുള്ള താഴ്മയും വിശ്വാസവും ആവശ്യമാണ്. ഭയവും മുൻകാല സംഘർഷങ്ങളും ഉണ്ടായിരുന്നിട്ടും ഏശാവിൻ്റെ മുമ്പാകെ തന്നെ താഴ്ത്താനുള്ള യാക്കോബിൻ്റെ സന്നദ്ധത തകർന്ന ബന്ധങ്ങളെ സുഖപ്പെടുത്തുന്നതിന് താഴ്മയും ദൈവത്തിൻ്റെ വാഗ്ദാനങ്ങളിൽ ആഴമായ വിശ്വാസവും ആവശ്യമാണെന്ന് നമ്മെ പഠിപ്പിക്കുന്നു. പ്രതികാരത്തിന് പകരം അനുരഞ്ജനം തിരഞ്ഞെടുക്കുമ്പോൾ പലപ്പോഴും ക്ഷമയും സമാധാനവും ലഭിക്കുന്നു. 2, പോരാട്ടത്തിലൂടെയാണ് ആത്മീയ പരിവർത്തനം ലഭിക്കുന്നത്. യബ്ബോക്ക് നദിയിൽ ദിവ്യരൂപവുമായുള്ള യാക്കോബിൻ്റെ ഗുസ്തി വ്യക്തിപരമായ വളർച്ചയും ആത്മീയ പക്വതയും പലപ്പോഴും പോരാട്ടത്തിൽ നിന്ന് എങ്ങനെ ജനിക്കുന്നു എന്നതിൻ്റെ ശക്തമായ ഒരു ചിത്രമാണ്. നമ്മുടെ വ്യക്തിത്വത്തെ പുനർനിർമ്മിക്കുന്നതിനും അവരിലുള്ള നമ്മുടെ ആശ്രയത്വം ആഴത്തിലാക്കുന്നതിനും ദൈവം ഈ നിമിഷങ്ങളെ ഉപയോഗിക്കുന്നു. 3, ദൈവത്തിൻ്റെ വിശ്വസ്തത മനുഷ്യ ബലഹീനതകളിൽ ജയിക്കുന്നു. റൂബൻ്റെ അപമാനവും ശിമിയോന്റെയും ലേവിയുടെയും അക്രമാസക്തമായ പ്രതികാരവും ഉൾപ്പെടെ യാക്കോബിൻ്റെ കുടുംബത്തിലെ പരാജയങ്ങളും പാപങ്ങളും ഉണ്ടായിരുന്നിട്ടും ദൈവത്തിൻ്റെ ഉടമ്പടിയും പദ്ധതിയും നിലനിൽക്കുന്നു. അവൻ്റെ കൃപ നമ്മുടെ അപൂർണതകളിലൂടെ പോലും പ്രവർത്തിക്കുന്നു, നമ്മെ അവൻ്റെ ആത്യന്തിക ലക്ഷ്യങ്ങളിലേക്ക് നയിക്കുന്നു. 4, ദുഃഖത്തിനപ്പുറമുള്ള പ്രത്യാശ. റാഹേലിൻ്റെ മരണം മുതൽ ജോസഫിൻ്റെ പ്രത്യക്ഷ നഷ്ടം വരെ യാക്കോബിൻ്റെ ജീവിതം അഗാധമായ ദുഃഖത്താൽ അടയാളപ്പെടുത്തി. എന്നിരുന്നാലും ജോസഫിൻ്റെ പുനഃസ്ഥാപനത്തിലൂടെ ദൈവം അവൻ്റെ ദുഃഖത്തെ സന്തോഷമാക്കി മാറ്റി. നമ്മുടെ ഇരുണ്ട കാലഘട്ടങ്ങളിൽ പോലും ദൈവത്തിന് വീണ്ടെടുപ്പും പ്രത്യാശയും കൊണ്ടുവരുവാൻ കഴിയുമെന്ന് ഇത് നമ്മെ ഓർമ്മിപ്പിക്കുന്നു. നമുക്ക് പ്രാർത്ഥിക്കാം. സ്വർഗസ്ഥനായ പിതാവേ, അബ്രാഹത്തിൻ്റെയും ഇസ്ഹാക്കിൻ്റെയും യാക്കോബിൻ്റെയും ദൈവമേ, യാക്കോബിനെ നയിച്ചതുപോലെ ജീവിതത്തിലെ പരീക്ഷണങ്ങളിലൂടെ ഞങ്ങളോടൊപ്പം നടക്കുന്നതിന് നന്ദി അർപ്പിക്കുന്നു. സമാധാനം നേടാനുള്ള ധൈര്യവും ക്ഷമ ചോദിക്കുവാനുള്ള താഴ്മയും നിന്റെ വാഗ്ദാനങ്ങളിൽ വിശ്വസിക്കുവാനുള്ള കഴിവും ഞങ്ങൾക്ക് നൽകണമേ. സമരത്തിലൂടെ ഞങ്ങളുടെ ഹൃദയങ്ങളെ രൂപാന്തരപ്പെടുത്തുകയും ദുഃഖത്തിലും സന്തോഷത്തിലും നിന്നോട് ചേർന്ന് നിൽക്കുവാൻ ഞങ്ങളെ
പഠിപ്പിക്കുകയും ചെയ്യണമേ. നിന്റെ കൃപ ഞങ്ങളുടെ പരാജയങ്ങളെക്കാൾ വലുതാണെന്നും നീ ഞങ്ങളിൽ ആരംഭിച്ച പ്രവൃത്തി പൂർത്തിയാക്കുവാൻ നീ എപ്പോഴും വിശ്വസ്തനാണെന്നും ഓർമ്മിച്ചുകൊണ്ട് ഞങ്ങൾ എല്ലാ ദിവസവും ജീവിക്കട്ടെ. ആമേൻ.